എങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളാവാം, എങ്ങനെ ഓണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്ത്രീകളെ അട്രാക്ട് ചെയ്യാം എന്നതിനെ പറ്റി പറയുന്നൊരു ബുക്കാണ് മാൻസൺ എഴുതിയ മോഡൽസ്. ഇത് ലേഡീസിനെ ജസ്റ്റ് ഇംപ്രസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളല്ല പറയുന്നത്, പകരം ഒരു ലോങ് ലാസ്റ്റിംഗ് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ഗോൾ. എങ്ങനെ ആൻസൈറ്റി ഓവർകം ചെയ്യണം, എങ്ങനെ സ്ത്രീകളോട് സംസാരിക്കണം, എങ്ങനെ ഒരു അട്രാക്റ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ബുക്കിലുള്ളത്. സോ ഈ ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള 6 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഒരു കാറ് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് പലരുടെയും ഒരു ബിഗ് ഡ്രീമാണ്. അത്തരത്തിലൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വിൻ ചെയ്യാനുള്ള ഒരു അവസരം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, അണ്ടർസ്റ്റാൻഡിങ് വുമൻ. സോ സ്ത്രീകളെ അട്രാക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ആക്ച്വലി സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ അട്രാക്റ്റീവായി തോന്നുന്ന പല കാര്യങ്ങളുണ്ടാകും, ബട്ട് മെയിനായിട്ട് പറയുന്നത് 2 കാര്യങ്ങളാണ്: സ്റ്റാറ്റസ് ആൻഡ് പവർ. ഇവിടെ സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ആൻഡ് നിങ്ങൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. മാൻസൺ സ്ത്രീകളെ 3 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്: അൺറിസെപ്റ്റീവ്, ന്യൂട്രൽ ആൻഡ് റിസെപ്റ്റീവ്. അൺറിസെപ്റ്റീവ് വുമൻ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണ്. റിസെപ്റ്റീവ് വുമൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആയിട്ടുള്ളവർ, അവരെപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ന്യൂട്രൽ വുമൻ എന്നത് നിങ്ങൾ ഇപ്പോൾ അടുത്ത് പരിചയപ്പെട്ട ആളുകൾ, വളരെ കുറച്ച് ടൈം മാത്രം സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ. നമ്പർ 2, ദ ബേസിക്സ് ഓഫ് അട്രാക്റ്റിംഗ് വുമൻ. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ത്രീകൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി അവരെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. മാൻസൺ പറയുന്നത് ഒരു പുരുഷൻ്റെ അട്രാക്റ്റീവ്നെസ് അയാളുടെ നീഡിനെസ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അതായത് നീഡിനെസ് കൂടുമ്പോൾ അട്രാക്റ്റീവ്നെസ് കുറയും. ഈ നീഡിനെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി സ്ത്രീകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. മാൻസൺ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തോട്ട്സ്, ഫീലിങ്സ്, മോട്ടിവേഷൻസ്, ഗോൾസ് ഇതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യരുത് എന്നാണ്. യു ഹാവ് ടു ബി യുവർ സെൽഫ്. ടിപ്പിക്കലി നമ്മൾ ആൺകുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്? നമ്മളൊരിക്കലും നമ്മളുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കരുത്, വീക്ക്നെസ് പുറത്ത് കാണിക്കരുത്, അയ്യേ ആൺകുട്ടികൾ കരയില്ലടാ എന്നൊക്കെ കേട്ടിട്ടാണ് അല്ലേ? പക്ഷേ മാൻസൺ പറയുന്നത് നമ്മൾ നമ്മളുടെ ഇമോഷൻസും ഇൻസെക്യൂരിറ്റീസും വീക്ക്നെസ്സും ഒക്കെ കുറച്ചൊക്കെ ഷെയർ ചെയ്യണം എന്ന് തന്നെയാണ്. ബിക്കോസ് ആൺകുട്ടികൾ എന്ന് പറയുന്നത് ഇമോഷൻസ് ഒന്നുമില്ലാത്ത റോബോട്ടൊന്നുമല്ല. വി ഹാവ് ഇമോഷൻസ് ആൻഡ് വി ക്യാൻ ഷെയർ അവർ ഇമോഷൻസ് ആൻഡ് ആക്സെപ്റ്റ് ദാറ്റ് വി ആർ നോട്ട് പെർഫെക്റ്റ്. ആൻഡ് ഇവിടെ വേറൊരു കാര്യം കൂടി മാൻസൺ പറയുന്നുണ്ട്. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല റിജക്ഷൻസും വരാം. സോ ബി റെഡി ഫോർ ഇറ്റ്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് ഒരു ബുക്കുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ജെഫ് കെല്ലർ എഴുതിയ ഒരു കിടിലൻ ബുക്കാണ്. സോ ഇത്തരത്തിലുള്ള ബുക്സൊക്കെ ഒരു 300 രൂപ to 400 രൂപ ആ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് വരാറ്. പക്ഷേ നിങ്ങൾ കുക്കു FM യൂസ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിൽ വെർത്തായിട്ടുള്ള ബുക്സ് വെറും 199 രൂപയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കുക്കു FM എന്ന് പറയുന്നത് ഓഡിയോ ബുക്ക് സമ്മറീസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ആപ്പാണ്. ആൻഡ് ഇതിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സും ഉണ്ട്. ലൈക്ക് സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാം, ഓഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, നോട്ട് ആഡ് ചെയ്യാം, ഓഡിയോസിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. സോ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദിവാലി 50 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 399 രൂപയുള്ള ഒരു വർഷത്തെ പ്രീമിയം മെമ്പർഷിപ്പ് പ്ലാൻ നിങ്ങൾക്ക് വെറും 199 രൂപയ്ക്ക് ലഭിക്കും. ആൻഡ് അത് മാത്രമല്ല കേട്ടോ, 10 ലക്ഷം രൂപ വില മതിക്കുന്ന പ്രൈസസ് ലൈക്ക് ഒരു കാർ, ഗോൾഡ് കോയിൻസ്, ഹോട്ട്സ്റ്റാർ വൗച്ചേഴ്സ് തുടങ്ങിയ പ്രൈസസ് ഒക്കെ വിൻ ചെയ്യാനുള്ള ഒരു അവസരവും ഈ ദീപാവലിക്ക് അവരൊരുക്കുന്നുണ്ട്. സോ ഈ എക്സൈറ്റിംഗ് ഓഫേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കുക്കു FM ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഈ ദീപാവലിക്ക് വിജയത്തിൻ്റെ ദീപം തെളിക്കൂ. സോ ബാക്ക് ടു വീഡിയോ. നമ്പർ 3, ദ ഗിഫ്റ്റ് ഓഫ് ട്രൂത്ത്. ഓണസ്റ്റ് ആയിട്ടിരിക്കുക, സത്യസന്ധമായിട്ടിരിക്കുക, പറയാനുള്ളത് പറയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അത് നിങ്ങളെ അട്രാക്റ്റീവാക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, പകരം സ്ത്രീകൾ നിങ്ങളുടെ അടുത്തും ഓണസ്റ്റ് ആയിരിക്കും, അവരും ഓപ്പണായിട്ട് സംസാരിക്കാൻ തയ്യാറാകും. ആൻഡ് നിങ്ങൾ ഓണസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ പാർട്ട്ണർ ആ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അവരുടെ അടുത്ത് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പറയുകയും ചെയ്യും. ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് സ്ക്രീനിങ് ടൂളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ആവശ്യമില്ലാണ്ട് കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ ഓണസ്റ്റ് ആവുമ്പോൾ ഒരുപാട് റിജക്ഷൻസ് വരാം. ആൻഡ് ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് റിജക്ഷൻ. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തോടെ ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറ്റി നിങ്ങൾക്ക് വെറീഡ് ആവേണ്ടി വരില്ല. ദെൻ യു ഹാവ് നത്തിങ് ടു ഫിയർ.
ഈ ഗിഫ്റ്റ് ഓഫ് ട്രൂത്ത് എന്ന സെക്ഷനിൽ മാൻസൺ അട്രാക്റ്റീവ്നെസ്സിൻ്റെ 3 ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓണസ്റ്റ് ലിവിങ്, ഓണസ്റ്റ് ആക്ഷൻ ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. ഓണസ്റ്റ് ലിവിങ്. മാൻസൺ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഏജ്, മണി, ലുക്സ് ഇതൊക്കെ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചില സ്ത്രീകൾക്ക് അതായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ബട്ട് മറ്റു ചിലർക്ക് ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. ബട്ട് ഇറ്റ് മാറ്റേഴ്സ്. ദാറ്റ്സ് ദ പോയിന്റ്. മാൻസൺ പറയുന്നത് ഒരു പുരുഷൻ്റെ അട്രാക്റ്റീവ്നെസ് അതിൻ്റെ പീക്ക് സ്റ്റേജിൽ എത്തുന്നത് ഒരു 30-31 ഏജ് ഒക്കെ ആവുമ്പോഴാണ്. ആൻഡ് പൈസ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് നമ്മളുടെ സ്റ്റാറ്റസ് എടുത്തു കാണിക്കാനുള്ള ഒരു കീ ഇൻഡിക്കേറ്ററാണ്. ആൻഡ് എസ്പെഷ്യലി ഫൈനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ലുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ആൺകുട്ടികൾ ഒരു സ്ത്രീയെ ജഡ്ജ് ചെയ്യുന്നത് ആദ്യം അവരുടെ ഫിസിക്കൽ ട്രൈറ്റ്സ് നോക്കും. ദെൻ സെക്കൻഡ്ലി അവരുടെ പ്രസൻറ്റേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ഒക്കെ നോക്കും. ബട്ട് ഫീമെയിലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവരാദ്യം നോക്കുന്നത് പേഴ്സണാലിറ്റിയും പ്രസൻറ്റേഷനും ഒക്കെയാണ്. അതിന് ശേഷമാണ് ഫിസിക്കൽ ട്രൈറ്റ്സ് നോക്കുക. സോ നിങ്ങളെങ്ങനെ നിങ്ങളെ സ്വയം പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ബി ഓണസ്റ്റ്, ബി യുവർ സെൽഫ്. നിങ്ങളാവുക. പിന്നെ നിങ്ങളുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നീറ്റായിട്ട് നടക്കുക, റെഗുലറായിട്ട് മുടി വെട്ടുക, ഷേവ് ചെയ്യുക, അതേപോലെ നല്ലൊരു ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നത്, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത്, നഖവും പല്ലും ഒക്കെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുക. ഇനി ഫിറ്റ്നസിൻ്റെ കാര്യം പറയാം. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യുക ആൻഡ് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് ബോഡി ലാംഗ്വേജ്. നിൽക്കുമ്പോൾ ഷോൾഡേഴ്സ് ഒന്ന് ബാക്കിലോട്ട് ആക്കുക, ചെസ്റ്റ് ഔട്ട് ആൻഡ് ബാക്ക് സ്ട്രെയിറ്റ്. അത് നമ്മളെ കോൺഫിഡൻ്റ് ആക്കും. പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള വോയിസിൽ സംസാരിക്കുക. ആൻഡ് നടക്കുമ്പോഴൊക്കെ താഴോട്ട് നോക്കി നടക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. ആൻഡ് ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ഇനി ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹോബീസും ഇൻട്രസ്റ്റും ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് യുവർ ഒപ്പീനിയൻ മാറ്റേഴ്സ്. ഓണസ്റ്റ് ആക്ഷൻ. നമ്മൾ നമ്മളെ പറ്റി നമ്മളോട് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ സ്റ്റോറീസ് ഓർ തോട്ട്സ് ദാറ്റ് വി ടെൽ അവർ സെൽസ്. നമുക്ക് റിജക്ഷൻസും ഡിസപ്പോയിൻമെൻറ്റ്സും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻസൈറ്റിയെ ഓവർകം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മാൻസൺ സജസ്റ്റ് ചെയ്യുന്നത് സ്ത്രീകളുടെ ചുറ്റും നിങ്ങൾ ആൻഷ്യസ് ആവുന്നതിൻ്റെ കാരണം കണ്ടെത്തുക ആൻഡ് ദെൻ അത് ഓരോന്നായിട്ട് ടാക്കിൾ ചെയ്യുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു സ്ത്രീയുടെ അടുത്ത് പോകാൻ പേടിയാണെങ്കിൽ, ആൻഷ്യസ് ആവുകയാണെങ്കിൽ അത് മാറ്റാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അവരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ അടുത്ത് പോവുക, സംസാരിക്കുക, ചാലഞ്ച് യുവർ സെൽഫ്. പക്ഷേ ഫസ്റ്റ് തന്നെ പോയിട്ട് അവരോട് 1-2 മണിക്കൂർ സംസാരിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, സമയം എത്രയായി എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ആ ചാലഞ്ച് ക്രോസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ഹേയ് എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം, എക്സെട്ര. ആൻഡ് ഇങ്ങനെ പതുക്കെ നിങ്ങൾ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക, കൂടുതൽ ചലഞ്ചസ് കൊണ്ടുവരിക. ആൻഡ് ഇവൻച്വലി നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അത് നേരെ അവരുടെ അടുത്ത് പോയി പറയാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് വരും. ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. യെസ്, ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. സത്യസന്ധമായിട്ട് സംസാരിക്കുക, പറയാനുള്ള കാര്യങ്ങൾ പറയുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റൻഷനിൽ നിന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൻഷൻസിനെ പറ്റി ഓണസ്റ്റ് ആയാലേ, അവെയർ ആയാലേ നിങ്ങൾക്ക് സ്ത്രീകളുമായിട്ട് ഡീപ്ലി ആൻഡ് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെ സ്ത്രീകളോട് സംസാരിക്കണം, അതിനുള്ള കുറച്ച് ടിപ്സും മാൻസൺ പറയുന്നുണ്ട്. ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും പറയുക. കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കില്ല. കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതെന്ത് ഇംപ്രഷനാണ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തുനിന്ന് എന്തോ ആവശ്യമുണ്ട് എന്നാകും. സോ യൂസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നിനക്ക് അയാളെ എത്ര കാലമായിട്ട് അറിയാം എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പറയാം, നിങ്ങളെ കണ്ടിട്ട് പഴയ കൂട്ടുകാരാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പം അതെന്തായി, ഒരു സ്റ്റേറ്റ്മെൻറ്റായി. നെക്സ്റ്റ് പറയുന്നതാണ് മെൻ ആൻഡ് വുമൻ കമ്മ്യൂണിക്കേറ്റ് ഡിഫറെൻ്റ്ലി. സ്ത്രീകൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ പറയാനാണ് കൂടുതൽ ഇഷ്ടം, അതാണ് അവർ എൻജോയ് ചെയ്യുന്നത്. ബട്ട് മെൻ ആണെങ്കിൽ അവർക്ക് പുറത്തുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ സംസാരിക്കുക. ആൻഡ് ദ ഫിക്സ്, ആൺകുട്ടികളും അവരുടെ ഫീലിങ്സിനെ കുറിച്ചും സ്റ്റോറീസും ഡ്രീംസും എല്ലാം ഷെയർ ചെയ്യണം. ആൻഡ് ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബാക്കിലൂടെ പോയിട്ട് അപ്രോച്ച് ചെയ്യരുത്, പകരം മുന്നിലൂടെ വരിക, ചിരിക്കുക ആൻഡ് മേക്ക് ഐ കോണ്ടാക്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അണ്ടർസ്റ്റാൻഡിങ് വുമൻ, ദ ബേസിക്സ് ഓഫ് അട്രാക്റ്റിംഗ് വുമൻ, ദ ഗിഫ്റ്റ് ഓഫ് ട്രൂത്ത്, ഓണസ്റ്റ് ലിവിങ്, ഓണസ്റ്റ് ആക്ഷൻ ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഈ ബുക്ക് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അഫിലിയേറ്റഡ് ലിങ്ക് ആയിരിക്കും. സോ
ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഒരു ഹൈ വാല്യൂ ഉള്ള ആളുടെ സയൻസ് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് ലെഫ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. കോൺഫിഡൻറ്റ് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള 9 ടിപ്സ് അറിയാനായിട്ട് റൈറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.